പ്രധാനപ്പെട്ട ഈ ദിവസത്തെ വാർത്ത എന്തെന്ന് ചോദിച്ചാൽ രാജ്യത്ത് പരിഷ്കരിച്ച GST നിരക്കുകൾ പ്രാബല്യത്തിൽ വരികയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്കും കാറുകൾ, ബൈക്കുകൾ, AC, ഫ്രിഡ്ജ് എന്നിവയ്ക്കും വില കുറയും. സിഗരറ്റിനും ബീഡിക്കും ആഡംബര വാഹനങ്ങൾക്കുമാണ് വില കൂടുക. സാധാരണക്കാർക്ക് പ്രയോജനകരം ആകുന്ന രീതിയിൽ നികുതി സ്ലാബുകൾ വെട്ടിക്കുറച്ചാണ് പരിഷ്കരണം. വിവരങ്ങളുമായി ആതിര സരസ്വത് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ആതിര, ഏതൊക്കെ സാധനങ്ങൾക്ക് വില കൂടും, ഏതിനൊക്കെ കുറയും? പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം ഇത് തന്നെയായിരിക്കും. തീർച്ചയായും ലക്ഷ്മി, എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തുന്നേ ഉള്ളൂ. എന്തായാലും ഭക്ഷ്യവസ്തുക്കൾക്ക്, അതായത് പൊറോട്ട, പാക്കറ്റ് ചപ്പാത്തി, കണ്ടൻസഡ് മിൽക്ക്, നെയ്യ്, ചീസ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ വില കുറയും. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും. ഷാംപൂ, അതുപോലെ തീപ്പെട്ടി, ഫീഡിംഗ് ബോട്ടിൽ, ബാഗ്, പാത്രങ്ങൾ, കുട, തയ്യൽ മെഷീൻ, സൂചി, മണ്ണെണ്ണ അടുപ്പ് തുടങ്ങിയ അത്തരം സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നുണ്ട്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക്, AC പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നുണ്ട്. ഡിഷ് വാഷറുകൾക്ക് വില കുറയുന്നുണ്ട്. 32 ഇഞ്ചിന് മുകളിലുള്ള ടെലിവിഷനുകൾക്കും വില കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ സിമന്റ്, ഗ്രാനൈറ്റ്, മാർബിൾ തുടങ്ങിയവയ്ക്ക് വില കുറയുന്നുണ്ട്. നേരത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുട്ടികൾ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ, അതുപോലെ തന്നെ ജോമെട്രി ബോക്സ്, അതിനൊക്കെ 12% GST. എന്നാൽ നിലവിൽ GST പരിഷ്കരണം വന്നതോടുകൂടി അതിലെ GST എടുത്തു കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ വില സ്വാഭാവികമായിട്ടും കുറയും. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. അതിനുശേഷം എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു മാറ്റം നിലവിൽ വന്നിരിക്കുകയാണ്. സമൂലമായ ഒരു മാറ്റം നിലവിൽ വന്നിരിക്കുന്നു. 4 സ്ലാബുകളായിട്ടായിരുന്നു നേരത്തെ GST ഉണ്ടായിരുന്നുള്ളത്. അതിൽ 2 സ്ലാബുകളായിട്ട് പുതുക്കിയിരിക്കുന്നു. 5%, 12%, 18%, 28% എന്നിങ്ങനെയായിരുന്നു നേരത്തെ സ്ലാബുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5%, 18% മാറ്റിയിരിക്കുന്നു. 12%, 28% പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നതോടെ ജനങ്ങൾക്ക് കൂടുതൽ ജീവിതം സുഗമമാക്കാനുള്ള ഒരു വഴി കൂടെ കാട്ടുകയാണ്. എന്തായാലും ഇതൊരു പ്രചരണ ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് BJP എന്ന് എടുത്തു പറയേണ്ടി വരും. ബീഹാർ ഇലക്ഷൻ വരുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്നാണ് കേരളത്തിന്റെ ഉൾപ്പെടെ വിലയിരുത്തൽ. BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. മമതാ ബാനർജിയും 20,000 കോടി രൂപയോളം നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് 9,000 കോടി രൂപയുടെ കുറവാണ് നികുതി വരുമാനത്തിൽ വരാൻ പോകുന്നത്. ഈ GST പരിഷ്കരണം ജനങ്ങളിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നോക്കാനും സംസ്ഥാനത്തെ ധനമന്ത്രി കെൻ ബാലഗോപാൽ സംസ്ഥാനത്തെ GST വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപുള്ള വിലയും പുതുക്കിയ ശേഷമുള്ള വിലയും സാധനങ്ങളുടെ വിലയും ബ്രാൻഡും ഒക്കെ നോക്കി അത് ജനങ്ങളിലേക്ക് ആ വില എത്തുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊരു നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് 9,000 കോടി രൂപയുടെ നഷ്ടം എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും ട്രംപിന്റെ ഒരു താരിഫ് യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരു തീരുമാനം വരുന്നതെന്നുള്ള തരത്തിലൊക്കെ പ്രചരണവും സൂചനയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ലക്ഷ്മി. എന്തായാലും പല സംസ്ഥാനങ്ങളും ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും GST മാറ്റം നിലവിൽ വരുന്നത് ജനങ്ങൾക്ക് ഉപകാരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിത്യോപയോഗ സാധനങ്ങൾ പങ്കുവച്ചത്.